ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ചേനയില ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ചേനയില ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ചേനയില കുറച്ച് നമ്മുടെ പറമ്പിൽ തന്നെ അരിഞ്ഞെടുത്തതാണ്. ചേന പറമ്പിൽ തന്നെ ഉള്ള ചേനയിൽ നിന്ന് മുറിച്ചെടുത്തതാണ്. അത് നല്ലപോലെ കഴുകി ഇനി ഇതുപോലെ ചെറുതായി മുറിച്ചെടുക്കണം. ചെറുതായിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. പാത്രം ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുകും 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്ത് കടുകൊന്ന് പൊട്ടി ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പം ഇതിലേക്ക് കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. 3-4 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരി എടുക്കുന്ന സമയത്ത് ഏത് അരിയോ എടുക്കുക, പുഴുങ്ങലരിയോ പച്ചരിയോ. പുഴുങ്ങലരിയാണ് കൂടുതൽ നല്ലത് ചോറ് വെക്കുന്ന അരി. ഇനി വറ്റൽമുളകും ഇട്ട് ഇതൊന്ന് മൂത്ത് വരണം. വറ്റൽമുളക് ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുത്ത് ഉള്ളിയെല്ലാം ഇതുപോലെ ഒന്ന് മൂത്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ചേനയില ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഉപ്പ് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. 2 പിടി തേങ്ങ, 5-6 കുഞ്ഞുള്ളി, 4-5 വെളുത്തുള്ളി ചതച്ചെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും എല്ലാം കൂടെ തേങ്ങയിലേക്ക് നല്ലപോലെ തിരുമ്പിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ചതക്കുന്നില്ല, തേങ്ങ നല്ലപോലെ ചതച്ച മിക്സെല്ലാം കൂടെ തിരുമ്പിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇത് ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. തട്ടിപ്പൊത്തി അടച്ച് ഒരു 1-2 മിനിറ്റ് അടച്ച് വെക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇത് അടച്ച് വെച്ച് 2 മിനിറ്റ് അടച്ചു വെക്കാം. അതിന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചി ചെറിയ ഉള്ളിയെല്ലാം മൂത്തിട്ടുള്ള ആ ഒരു മണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചേന ഉപ്പേരി റെഡിയായി. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നും കൂടെ ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. 10 മിനിറ്റ് ശേഷം ഇത് തുറന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ചേന ഉപ്പേരി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.